السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم رقعتين خفيفتان بما تحقرون وتنفرون يزيدهما هذا من عمله أحب إليه من بقية دنياكم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കാനെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം അബ്ദുല്ലാഹിബ്നു മുബാറക് അദ്ദേഹത്തിൻ്റെ സുഹദിലെ 31-ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതും ഇമാം അബീ ശൈബ അദ്ദേഹത്തിൻ്റെ മുസന്നിഫിലെ 7715-ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളൊരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നമ്മളൊക്കെ ഫർള് നമസ്കരിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കരിക്കാൻ വളരെയേറെ ഔത്സുക്യം കാണിക്കുന്ന ആൾക്കാരും ചില ആൾക്കാരാണെങ്കിൽ വളരെയധികം മടി കാണിക്കുന്നവരുമാണ്. 2 റക്അത്ത് നിസ്കാരം അതിപ്പോൾ എന്താ, അത് പോയാപ്പോൾ എന്താ, അത്ര വലിയ കാര്യം സുന്നത്തല്ലേ എന്നാ പല ആൾക്കാരും കാര്യം. സുന്നത്ത് അതിൻ്റേതായ ചില സവിശേഷതകളുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പരലോകത്തെത്തിയാൽ നന്മയുടെയും തിന്മയുടെയുമായ ആളുകളോട് ചോദിക്കത്ര നിങ്ങൾക്ക് ഇനി എന്താ ആവശ്യമുള്ളത്? സ്വർഗത്തിൻ്റെ ആൾക്കറിയാം സ്വർഗം ഉറപ്പാണെന്ന്, നരകത്തിൻ്റെ ആൾക്കറിയാം നരകവും ഉറപ്പാണ്. അപ്പോൾ 2 കൂട്ടരും ആഗ്രഹിക്കുന്ന ഒരൊറ്റ ആഗ്രഹമുണ്ട്, ഭൂമിയിലേക്കൊന്ന് മടക്കി അയക്കണം. എന്തിനാ? നന്മ ചെയ്തവന് കൂടുതൽ നന്മ ചെയ്യാനും തിന്മ ചെയ്തവൻ ചെയ്യാതെ വെച്ചത് ചെയ്തു തീർക്കാനുള്ള ആഗ്രഹം. അത് അവിടെ ചെല്ലുമ്പോഴാണ് ബോധ്യപ്പെടുക. അതിലേറ്റവും സവിശേഷമായ ഒന്നാണ് നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അസ്വലാത്തു ഖുർറത്തു ഐനി, നിസ്കാരമാണ് എൻ്റെ കൺകുളിർമ. ഈ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഭൂമിയിലും ആകാശത്തിനും ഇടയിലുള്ളതിൽ ഏറ്റവും വലിയ സവിശേഷമായ ശ്രേഷ്ഠതയുള്ള 2 റക്അത്ത് നിസ്കാരങ്ങളാണ് എന്ന്. അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ടുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചാണ് ഹദീസിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു സംഭവത്തിലൂടെ പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ കാണാൻ പറ്റും, മറൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബരിഹി ദഫന ഹദീസൻ, അടുത്ത കാലത്തായി ഖബറടക്കിയ ഒരു ഖബറിനരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകാം. അപ്പോൾ പറഞ്ഞു റഖഅത്തൈനി ഖഫീഫത്തൈൻ, 2 ലഘുവായ നിസ്കാരങ്ങൾ. മുഹദ്ദിസുകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് ശറഹ് നൽകിക്കൊണ്ട് പറയുന്നത് കൂടുതലായി സൂറത്തുകളൊന്നും ഓതാത്ത, വെറും ഫാത്തിഹ ഓതി ഒരു ചെറിയ സൂറത്ത് ഓതി റുകൂഉം സുജൂദും ഒക്കെ വളരെ പെട്ടെന്ന് നിർവഹിക്കുന്ന ഒരു 2 റക്അത്ത് നിസ്കാരം നിങ്ങൾ നാഫിലത്തായി ചെയ്യുന്നത് യസീദുഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബ ഇലൈഹി മിൻ ബഖിയ്യത്തി ദുനിയാക്കും. ഈ ഖബറിൽ കിടക്കുന്ന ആളില്ലേ, ഇയാൾ നിങ്ങൾക്കിപ്പോൾ ഭൂമിയിൽ എന്തെല്ലാം സ്വത്തും സമ്പാദ്യവും സൗകര്യങ്ങളും ഉണ്ടോ അതിനേക്കാളൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു 2 റക്അത്തോട് നിസ്കരിക്കാൻ അന്ന്, അതായത് റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് അള്ളാഹു അവസരം നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിച്ചു പോകുന്നത്രേ. അത്ര സവിശേഷമാണ് 2 റക്അത്ത് നമസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ നിസ്കരിക്കുക എന്നുള്ളത് കേവലം ഒരു നിസ്കാരത്തിന് വേണ്ടിയല്ല. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ അമൽ കിട്ടുന്ന വലിയ തുലാസിൽ വലിച്ചു വാരിയിടുന്ന ആദ്യത്തെ കർമ്മം നിസ്കാരമാണ്. ഖബറിൽ പോലുമുള്ളൊരു ഖബറാളി ആഗ്രഹിക്കുമെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ എത്ര ആഗ്രഹിക്കാനുണ്ടാവും. നിസ്കാരമല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്നതല്ല. അതാണ് ഏറ്റവും വലിയ റബ്ബുമായിട്ടുള്ള കണക്ഷൻ, ബന്ധം. അത് അറ്റിച്ചു കളഞ്ഞാൽ പിന്നെ പല ആൾക്കാരുമായിട്ടാണ് കൂട്ടുകെട്ടുണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കുകയും അവനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. കഴിയുന്നിടത്തോളമൊക്കെ സുന്നത്തുകളായ നിസ്കാരങ്ങൾക്ക് അതിൻ്റേതായ വില കൽപ്പിച്ചുകൊണ്ട് ചെയ്യുകയും അതിൻ്റെ പ്രതിഫലവും ശ്രേഷ്ഠതയും അറിഞ്ഞുകൊണ്ട് നിർവഹിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മീസാൻ എന്ന തുലാസിൽ ആദ്യമായി വിചാരണക്ക് വിധേയമാകുന്ന നമസ്കാരത്തിൻ്റെ കണക്ക് കൃത്യവും കണിശവുമായി ആയിട്ടുണ്ട് എന്ന്
ഒരു ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരങ്ങൾ ഷാഫിയായ റബ്ബ് അവർക്ക് ആജലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ റിസ്ഖിൽ മഈശത്തിൽ പ്രവിശാലമായ അല്ലാഹുവിന്റെ ഖൈറും ബറക്കത്തും കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.